ആൻഡ് സേഫ്റ്റി രംഗത്ത് 10 വർഷത്തിലേറെ സേവന പാരമ്പര്യവുമായി അൽ ബോഷിയ. വിദഗ്ധരായ എഞ്ചിനീയേഴ്സ്, പരിചയസമ്പന്നരായ ടെക്നീഷ്യൻസ്. അബുദാബി ആൻഡ് ദുബായ് സിവിൽ ഡിഫൻസ് അപ്രൂവ്ഡ്. Al Boshia Fire and Safety Equipments, Abu Dhabi and Musaffa. Al Boshia Technical Services Company, Dubai. Your safety is our concern. Hi, account transfer ഏത് ബാങ്കിലേക്കും ചെയ്യുമോ? Yes, no problem. How about instant money transfer? അതും നോ പ്രോബ്ലം. ഈ കൊച്ചിനോട് അഹല്യയിലെ എന്ത് ചോദിച്ചാലും നോ പ്രോബ്ലം എന്നേ പറയൂ. കാരണം നാട്ടിലെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കാനും ഡ്രാഫ്റ്റ് എടുക്കാനും ഇന്ത്യയിൽ എവിടെ നിന്നും നിമിഷങ്ങൾക്കകം പണം കൈപ്പറ്റാനും അഹല്യ എക്സ്ചേഞ്ച് ആണെങ്കിൽ നോ പ്രോബ്ലം. ഞാനും അഹല്യയുമായിട്ടുള്ള ബന്ധം ആ ഒരു വിശ്വാസത്തിൻ്റെത് മാത്രമാണ്. അഹല്യ എക്സ്ചേഞ്ച്, നല്ല റേറ്റ്, നല്ല സർവീസ്. ഒരവധിക്കാലം കൂടി വന്നെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ഗൾഫിലെ കുട്ടികൾ. കൂട്ടുകാരായ 4-5 കുട്ടികൾ അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ചില സംഭവവികാസങ്ങൾ കോർത്തു നിൽക്കുകയാണിവിടെ. മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ അറിയാതെയോ മനസ്സിലാക്കാതെയോ പോകുന്ന കുട്ടികൾക്കായും ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനിടയിൽ കുട്ടികളെ സ്നേഹിക്കാൻ മറന്നുപോകുന്ന രക്ഷകർത്താക്കൾക്കായും ഞങ്ങൾ ഈ ടെലിസിനിമ സമർപ്പിക്കുന്നു.
എന്നെ വിട്. വിടാ. എടാ ഫൈസൽ, ഇത് മഹാ ചീപ്പാണ്. ഇങ്ങനെ തരിക കാണിച്ച് നടന്നാ ഞങ്ങൾ ഇനി കൂട്ടത്തിൽ കൂട്ടില്ല. തമാശക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഞങ്ങളും അനുഭവം പല പ്രാവശ്യം പറഞ്ഞതാ ഇനി മോഷ്ടിക്കരുതെന്ന്. എടാ മണ്ടന്മാരെ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ ഈ മോഷണം എന്ന അടിച്ചു മാറ്റല് സത്യത്തിൽ ഒരു കലയാ. ഇപ്പൊ അകത്ത് പോയിരുന്നെങ്കിൽ ഉണ്ട തിന്നാമായിരുന്നു. ഉണ്ടയല്ലടാ, സ്റ്റുഡൻസിനിപ്പോ നെയ്ച്ചോറാ. ഹായ്. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോഷ്ടിക്കരുതെന്ന്. ഇനി മോഷ്ടിക്കില്ല. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ നമ്മുടെ വെക്കേഷൻ ആരംഭിക്കുകയാണ്. സോ ലെറ്റ്സ് എൻജോയ്.
ഹലോ, നിങ്ങൾ കളിയൊന്നും കാണുന്നില്ലേ? അവിടെ വേറൊരു കളി നടക്കുക, കയ്യാങ്കളി. ഞങ്ങൾ അവിടെ എന്നാ ശരിയാവില്ല, പോട്ടെ. ഓ, സമയം പോയത് അറിഞ്ഞില്ലളിയാ. ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നും ആ മൂരാജി ഫോർമാൻ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ലേറ്റായ പിന്നെ അയാളുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കണം. ആ, അഭിലാഷ് എത്താറായോ? വന്നിരുന്നെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാമായിരുന്നു. പിള്ളേർക്കിപ്പോ വെക്കേഷൻ അല്ലേ? മാത്രമല്ല അവൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഇപ്പൊ ഇഷ്ടമല്ല. വെക്കേഷൻ തുടങ്ങിയത് പിന്നെ ഞാൻ അവനെ ഇതുവരെ സമയത്ത് കണ്ടിട്ടില്ല. അങ്ങനെ ആവരുത്, പഴയ കാലമല്ല. പിള്ളേരാണെങ്കിലും എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ഞാൻ പറയാറുണ്ട്, മറ്റുള്ളവരൊക്കെ വലിയ പണക്കാരുടെ മക്കളാ. അവരുടെ താളത്തിനൊത്ത് തുള്ളാൻ അവനോ നമുക്കോ പറ്റുമോ? ചന്ദ്രേട്ടൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. അധികം കമ്പനിയും കറക്കൊന്നും വേണ്ടാന്ന്. രാവിലെ ഇറങ്ങിപ്പോയാ പിന്നെ രാത്രിയിലാ കയറി വരുന്നത്. നാളെ ഒന്നുകൂടി മാനേജരെ കാണുന്നുണ്ട്. അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അയാളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും പാസ്പോർട്ട് വാങ്ങിച്ചെടുക്കണം. മലയാളികൾക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാ. ഇവിടെ ഇപ്പൊ മലയാളികൾക്കാ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്. എന്തായാലും ശ്രമിച്ചു നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ വന്ന് സംസാരിക്കാം. വേണ്ടളിയാ, ഞാനൊന്നും കൂടി നാളെ ശ്രമിക്കാം. ഞാൻ ഇറങ്ങട്ടെ. ആ രാധികേ, നീ അമ്മയെ വിളിച്ചൊന്ന് സമാധാനപ്പെടുത്തണം. നമ്മൾ രണ്ടുപേരും കൂടി അച്ഛനെ കാണാൻ ചെല്ലുമെന്നാ അമ്മ കരുതിയിരിക്കുന്നത്. പോട്ടെ. ശരി ചേട്ടാ. ഇപ്പൊ നീയും മക്കളും കൂടി നാട്ടിൽ പോവുകയാണെങ്കിൽ ടിക്കറ്റിന് തന്നെ നല്ലൊരു തുകയാവും. അതും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാം കൂടി വലിയൊരു തുകയാവും. ടിക്കറ്റിന്റെ പൈസ കൂടി അങ്ങ് അയച്ചു കൊടുക്കാമെങ്കിൽ അവർക്കവിടെ അത്യാവശ്യ കാര്യങ്ങൾ നടത്താമല്ലോ. നാട്ടിൽ പോകാൻ പറ്റാത്ത കാര്യത്തിന് ഞാൻ എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞോളാം. തൽക്കാലം നമ്മുടെ വിഷമങ്ങൾ മറ്റാരും അറിയണ്ട. ദാമോട്ടിന് പോകാൻ കഴിയാന്ന് വെച്ചാല് അത് തന്നെ വലിയൊരു ആശ്വാസം. പാവം. എന്താ ചന്ദ്രേട്ടാ, ഫ്രൈഡേ ആയിട്ട് സാധാരണ ഡ്യൂട്ടി ഉള്ളതാണല്ലോ, ഇന്നെന്ത് പറ്റി? അത്യാവശ്യമായ ഒരിടം വരെ പോകേണ്ടതുണ്ട്. രാധേച്ചിയുടെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? സീരിയസ് ആണ്, ഒന്നും പറയാറായിട്ടില്ല. രാധേച്ചി, ഒന്ന് പുറത്തേക്ക് പോവാ. അടുത്ത മാസം അമ്മായിയമ്മയുടെ 60 പിറന്നാളാ. ആണോ? 10 പവന്റെ ഒരു മുത്തുമാല വാങ്ങിക്കൊടുത്തേക്കണം. അമ്മയുടെ വലിയൊരു മോഹ അത്. ശരി ചന്ദ്രേട്ടാ. ആ പണ്ടാര തള്ളയ്ക്ക് വയസ്സുകാലത്ത് മുത്തുമാല അണിഞ്ഞ് നടക്കണോ അത്രേ, അതും 10 പവന്റെ. അഹങ്കാരം എന്നല്ലാണ്ട് എന്താ പറയാ? എന്താ മീരെ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല രാജേട്ടാ, അമ്മയ്ക്ക് മുത്തുമാല വാങ്ങാൻ ഞാൻ തന്നെ രാജേട്ടനെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് രാധേച്ചിയോട് പറയായിരുന്നു. ശരി പോ. ഹലോ. ഇല്ലല്ലോ, അഭിലാഷ് ഇതുവരെ എത്തിയിട്ടില്ല. ശരി, ഇത്ര നേരമായിട്ടും ഈ ചെറുക്കനിത് എവിടെ പോയി കിടക്കാണോ ആവോ? അഭിലാഷേ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ലടാ. അടിച്ച് പൊളിക്കാന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് വെക്കേഷൻ അല്ലടാ. മാത്രമല്ല ഇനി 10 ദിവസം കൂടെ ബാക്കിയുള്ളൂ. നമ്മളൊക്കെ നാട്ടിൽ പോവല്ലടാ. അതിനിടയ്ക്ക് കിട്ടുന്ന ഈ ദിവസങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യടാ. ഇപ്പോൾ അടിച്ചു പൊളിച്ച് നടന്നിട്ട് നിങ്ങളൊക്കെ അങ്ങ് നാട്ടിൽ പോകും. ഞാൻ പിന്നെ ഇവിടെ തനിച്ച്. ഇപ്പം 3-4 വർഷമായിട്ട് ഇങ്ങനെയല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ മൂഡ് തോന്നുന്നില്ല. നീ വരിയാവണ്ട, എല്ലാം ശരിയാക്കാം. നമുക്കിന്നൊരു ഫിലിമിന് പോയാലോ? അതിനിപ്പോ 100 ദിർഹംസ് വേണ്ടി വരുമല്ലോ. പൈസയുടെ കാര്യം നീ അറിയണ്ട, അതെന്റെ കയ്യിലുണ്ട്. എന്നും എല്ലാ കാര്യങ്ങൾക്കായി നീ എനിക്ക് വേണ്ടി പൈസ ചെലവാക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ടടാ. ഡാ, നീ നിന്റെ കോംപ്ലക്സ് കള. ഇപ്പം എന്തായാലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. അതല്ലടാ, നിന്നെ എനിക്കറിയാം. ചില നേരത്ത് അവന്മാരുടെ സംസാരം കേൾക്കുമ്പോൾ എന്താണ് അവന്മാരൊരു തമാശയ്ക്ക് പറയുന്നു വെച്ച് നീ ഇതൊക്കെ സീരിയസ് ആക്കി എടുത്ത പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പാടാ? വാ. വരൂ, നേരെ വരൂ. അടുത്തേക്ക് വരൂ. ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ വരൂ. ഇപ്പൊ സീൻ ക്ലോസ് അപ്പ് ആയി. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കി ചിരിക്കൂ. ഒന്ന് നിർത്തിടാ നിന്റെ ഡയറക്ഷൻ. കുറെ നാളായല്ലോ നീ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നു. ഇനി വല്ല ഞണ്ണീട്ട് മതി നിന്റെ ഡയറക്ഷൻ. ഞണ്ണ ഇരിക്കെ. അല്ലടാ, അവൻ ഡയറക്റ്റ് ചെയ്യട്ടെ. ആരറിയുന്നു അവൻ നാളെ ഒരു ഡയറക്ടർ ആവില്ലെന്ന്. ഇന്നത്തെ ഫുഡ് സീനിന് ശേഷം ഫിലിം കാണൽ. തൽക്കാലം ഡയറക്ടേഴ്സാ കഴിക്കേ. എന്റെ ഡാഡി ഒരു ഡോക്ടർ ആയതിനാലാവാം ഈ KFCയോട് ഇത്ര വലിയ എതിർപ്പ്. ഹി ഡസന്റ് ലൈക്ക് ഇറ്റ്.
അത് നിന്റെ അപ്പം ചിലപ്പോ കാശ് ചെലവാക്കാൻ മടിച്ചിട്ടാവും. ശരി ശരി, സമയമില്ല. പൈസ എടുക്ക്. നിന്റെ? എന്റെ കയ്യിലില്ല. നിന്റെ പൈസ? എന്റെ പൈസ ഇതെന്റെ. ഇത് അഭിലാഷിന്റെ. ഓ, നീയാണിപ്പോ അവന്റെ സ്പോൺസർ അല്ലേ? എന്തേ? ഹലോ, ആ പറയേ. എവിടെ? എപ്പോ തുടങ്ങി? ഇവിടെ ഞങ്ങൾ എല്ലാരും ഉണ്ട്, പാർക്കിലാണ്. നോക്കട്ടെ. ശരി. മതി, എനിക്കിത് മതി. നമുക്കൊരു നല്ല ചാൻസ് വന്നിട്ടുണ്ട്. ഒരു ടെലിഫിലിമിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. റിജ അവിടെ ഉണ്ട്. അവന്റെ അങ്കിൾ അവിടെ ഡയറക്ടർ. ഇവിടെ കോർണീസിലാ ഷൂട്ടിംഗ് കണ്ട് നമുക്ക് ഫിലിമിന് പോയാൽ മതി. ഓക്കേ? ചന്ദ്രേട്ടാ, കഴിഞ്ഞ മാസത്തെ കറണ്ട്, പേപ്പർ, വെള്ളം എന്നിവയുടെ ബില്ലാണ്. ചന്ദ്രേട്ടന്റെ ഷെയർ 250 ദിർഹംസ് ഉണ്ട്. വാടകയുടെ ഷെയറിന്റെ കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. നാളെയാണ് അവസാനത്തെ ഡേറ്റ്. കിട്ടിയിരുന്നെങ്കിൽ വാടക അടയ്ക്കാമായിരുന്നു. അറിയാം, നാളെ ഉച്ചയ്ക്ക് മുമ്പ് തരാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അറിയാലോ. ഒരു ക്രെഡിറ്റ് കാർഡിന് കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നാളെ കിട്ടും. ചന്ദ്രേട്ടന്റെ കമ്പനിയിൽ നിന്ന് കുറെ പേരെ പിരിച്ചുവിടുന്നു കേട്ടു. ചന്ദ്രേട്ടന് വല്ല കുഴപ്പമുണ്ടോ? എപ്പോഴും എന്ത് സംഭവിക്കാം. മുസ്തഫയ്ക്ക് അന്ന് ക്രെഡിറ്റ് കാർഡിൽ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് എൻ്റെ പൈസ അടയ്ക്കേണ്ട ഡേറ്റ് ഡ്യൂ ആയി. എന്താ ഇപ്പൊ ചെയ്യുക? അവൻ ഇനിയും നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. വെറുതെ 150 ദിർഹംസ് ഫൈനുമായി. ആകണമല്ലോ. സ്വന്തം നിലനിൽപ്പ് നോക്കാതെ പരോപകാരം നടത്തിയതല്ലേ. അങ്ങനെ എത്ര കാശാ പോണതെന്ന് വല്ല ബോധമുണ്ടോ ചന്ദ്രേട്ടന്? അതെന്താ നീ ഇപ്പൊ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ഈ പരോപകാരം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയില് ദോഷവേ ചെയ്യൂ. ഇത്രയേറെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴും ചന്ദ്രേട്ടൻ സഹായഹസ്തവുമായി നിന്നോളും. ഇതിനൊക്കെ അഹങ്കാരവും നല്ലാതെ എന്തു പറയാൻ? അതേടി, എന്റെ അഹങ്കാരം തന്നെയാ. നീയും പിള്ളേരും ഗൾഫിൽ കഴിയുന്നതും എന്റെ അഹങ്കാരം തന്നെ. നീ പറഞ്ഞിട്ടുള്ള അവസരങ്ങളിലെല്ലാം എന്റെ പല ബുദ്ധിമുട്ടുകളും ഞാൻ മറച്ചു വെച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും നിന്നെയും നിന്റെ കുടുംബത്തെ ഞാൻ സഹായിച്ചിട്ടില്ലേ? അതും എന്റെ അഹങ്കാരമാണല്ലേ? എല്ലാം അടുത്തറിയാവുന്ന നിനക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം അഹങ്കാരമായി തോന്നുന്നെങ്കിൽ നീ എന്നെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചില്ല എന്നതാണ് സത്യം. അതല്ല ചന്ദ്രേട്ടാ, കുടുംബ ഷെയറിന്റെ വാടക അടയ്ക്കേണ്ടത് നാളെയാ. രാവിലെ രാജീവൻ വന്ന് പൈസ ചോദിച്ചു. എന്റെ പ്രശ്നങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം നിങ്ങളെ എല്ലാവരെയും നാട്ടിലേക്ക് പറഞ്ഞു വിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പലർക്കും പലയിടത്തായി പലതും കൊടുത്തു തീർക്കാനുണ്ട്. അതിന്റെ ഇടയിലാണ് നിന്റെ ഈ... ചന്ദ്രേട്ടാ, ഞാൻ എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോയതല്ലേ. എന്നോടൊന്ന് ക്ഷമിക്കേ. അഭിലാഷായിരിക്കും. അവനിവിടെ വരുന്നതും പോകുന്നതും ആരും അറിയുന്നില്ലല്ലോ. നിന്റെ കർക്കം കുറച്ച് കൂടുന്നുണ്ട്. അച്ഛനാകെ ക്ഷോഭിച്ചിരിക്കുക. എവിടെയായിരുന്നു നീ? ഞാൻ വിജയന്റെ വീട്ടിൽ നെറ്റ് നോക്കിയിരിക്കായിരുന്നു. അതിനിത്ര ടെൻഷൻ ആവാൻ എന്തിരിക്കുന്നു? സുരേട്ടൻ ഉടനെ എത്തും തോന്നില്ല. വണ്ടിക്ക് കുറച്ചും കൂടെ പണി ബാക്കിയുണ്ടെന്ന്. ഏതായാലും അലൈൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഡാഡിയുടെ ഡോക്ടറായ അങ്കിളെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞു പോയി. സത്യത്തിൽ നിന്റെ അപ്പം ഡോക്ടർ തന്നെയാണോ? അതെന്താ നിനക്ക് ഇത്ര സംശയം? അല്ല, 24 മണിക്കൂർ നിന്റെ അപ്പം ഡോക്ടറാണെന്ന് പറയുന്നോണ്ട് ചോദിച്ചു പോയതാ. നീ ആരോടും പറയണ്ട, അവന്റെ അപ്പം കമ്പൗണ്ടർ മൂത്ത് ഡോക്ടറായതാ. അത് നിനക്കെങ്ങനെ അറിയാം? ഒരു ദിവസം നിന്റെ അമ്മ എന്റെ അമ്മയോട് പറയണ കേട്ടതാ. ഇനി ഇതാരോടും പറയണ്ടേട്ടാ. എന്താടാ, 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 എന്താടാ,
ഹലോ ഡയറക്ടർ സാറേ, താങ്കൾ എപ്പോഴും പറയാറുള്ള രീതിയിലൊക്കെ തന്നെ ആയിരുന്നു ഇന്നലത്തെ ഷൂട്ടിംഗ്? എന്താ ഇത്ര സംശയം? കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തപ്പോ എനിക്ക് കോൺഫിഡൻസ് ആയി. അപ്പോഴേ ഡയറക്ടർ സാറേ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. 2 ദിവസം മുമ്പ് TV-യിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിൽ സ്കൂൾ സ്റ്റുഡൻസ് എല്ലാരും ചേർന്ന് ഒരു ടെലിഫിലിം ചെയ്യുന്നുണ്ടെന്ന്. അതിന്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റും ക്യാമറയും എന്തിന് ഡയറക്ഷൻ പോലും സ്റ്റുഡൻസ് ഒറ്റയ്ക്കാ ചെയ്യുന്നത്. നമ്മുടെ പഴയ ആക്ടർ രവീന്ദ്രൻ അങ്കിളില്ലേ, ആ അങ്കിൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. 1-2 സീനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ട്. എന്തായാലും ടോട്ടൽ സ്റ്റുഡൻസ് ക്രിയേഷൻ. ഞാൻ നമ്മുടെ ഡയറക്ടർ സാറിനും കൂടിയിട്ടായി പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫിലിം മേക്കിംഗ് നമുക്കായിക്കൂടാ? വൈ നോട്ട്? ഞാൻ കഥ അന്വേഷിച്ച് നടക്കല്ലേ. ഞാൻ റെഡി. നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഞാൻ നായകനാകാം. എന്തേ? നമ്മുടെ ബുദ്ധിമുട്ടല്ല പ്രശ്നം, പ്രേക്ഷകരോട് എന്ത് സമാധാനം പറയും? അല്ല, എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുക. എല്ലാവരിൽ നിന്നും യോഗ്യതയുള്ള ഒരാൾ ഇവിടെ നിൽക്കുമ്പോ അതാരാ? ഈ ഞാൻ തന്നെ, അല്ലാതാരാ? ഓ, സംവിധാനവും അഭിനയം എല്ലാം ചേർന്നൊരു പ്രതിഭ. പ്രതിഭയോ? അവളേതാ? ആ ഡോക്ടറുകളുടെ മകളാ? എങ്കിൽ പിന്നെ അവളെ നായികയാക്കാം. ഓ, തമാശിച്ചതാണല്ലേ. ഏതൊരു കലാകാരനും പരിഹാസത്തിലൂടെ മാത്രമേ വളർന്നിട്ടുള്ളൂ. നീയൊക്കെ വേറെ സ്വാർത്ഥന്മാരാ. ഒരു ടെലിഫിലിം പിടിക്കുമ്പോ അതിനുവേണ്ട എക്സ്പെൻസ് ഒന്നും മനസ്സിലാക്കാതെ ഹീറോ ആവാൻ വേണ്ടി കിടന്ന് അടികൂടുന്നു. ശരിയാണല്ലോ, ആരും ചിലവിനെ പറ്റി ചിന്തിച്ചില്ല. ആദ്യം അതിനുള്ള വഴി കണ്ടെത്തണം. അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? ബാപ്പ വിചാരിച്ചാൽ നടക്കും. ഞാൻ വേണേ സംസാരിക്കാം. പക്ഷേ അതൊരു കുട്ടികളെയായിട്ടേ ബാപ്പ കാണൂ. അനുഭവം പറയട്ടെ നിന്റെ ബാപ്പയോട്. അവളാണല്ലോ നമ്മുടെയൊക്കെ ലീഗൽ അഡ്വൈസർ. വിജയുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇവന്റെ ഉപ്പയോട് എങ്ങനെ ഇതൊന്ന് അവതരിപ്പിക്കുന്നത്? അതിനു വഴിയുണ്ട്. നമ്മുടെ കയ്യിൽ രാഹുൽ അങ്കിൾ ഉണ്ടല്ലോ. നമുക്ക് പുള്ളിക്കാരനെ അങ്ങ് ഇറക്കി കളയാം. ഗുഡ് ഐഡിയ, അത് മതി. പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ, എന്നെ നായകനാക്കണം. അയ്യേ, ഒന്ന് പോടാ. ഓ, ഒരു നിസ്വാർത്ഥ. എങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഉദയനാണ് താരത്തിലെ പോലെ തങ്കപ്പനെ പിടിച്ച സരോജ് കുമാർ ആക്കേണ്ടി വരും. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞമ്മക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ടിരിക്കണ്. പക്ഷേങ്കില് ഞമ്മക്ക് ഈ ബിസിനസിന്റെ പണിയാണ് കേട്ടാ. അപ്പൊ എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു ബിസിനസ് കണ്ണുണ്ടാവും. അല്ല, ഞമ്മക്ക് എന്താ ഇപ്പൊ ഇതിലൊരു ലാഭം? അബൂക്ക, ഇതെങ്ങനെ തനി കൊമേഴ്സ്യലാക്കാൻ കഴിയില്ല. കുട്ടികളുടെ ഒരു സംരംഭം, കുട്ടികളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു വലിയ അവസരമാണ്. മാത്രമല്ല, ഫൈസലിനെ പോലെ വലിയ കഴിവും താല്പര്യമുള്ള കുട്ടികളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അവനൊരു സ്റ്റാർ ആയാൽ അതിൽ അബൂക്കയ്ക്കും അഭിമാനിക്കാലോ. ഞമ്മക്കതിൽ അഭിമാനിക്കണ്ട, പകരം ഞമ്മക്കതിലോട്ടൊന്ന് അഭിനയിക്കണം. എന്താ നടക്കോ? എന്താ പങ്ങൾ മിണ്ടാണ്ടിരിക്കണത്? ഞമ്മള് പഴയ ഒരു നാടക സ്റ്റാർ ആയിരുന്നെന്ന്. അന്ന് കോഴിക്കോട്ട് നമുക്ക് നാടകപ്രാന്തായിട്ട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അറിയോ? എത്ര നാടകമൊന്നും ഇരിച്ചിട്ടാ. ഞമ്മള് കലക്കിന്നങ്ങട്ട് പറഞ്ഞാ മതിയല്ലോ. പിന്നെ ഞമ്മളും ഇപ്പൊ ഒരു മമ്മൂട്ടി ആവണ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എന്തായാലും മക്കളുടെ ഈ ഐഡിയ കലക്കിയിരിക്കണ കേട്ടാ. എത്രയോ കാശ് നമ്മടെ ഇന്ന് പായിപ്പോയിരിക്കണ്. ഇതിപ്പ ഞമ്മടെ മോന്റെ കാര്യല്ലേന്ന്. അതങ്ങട്ട് നടക്കട്ടപ്പാ. ഇതിനിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചാ നാളെ കഴിഞ്ഞ് നിങ്ങൾ ആഫീസിലോട്ട് വന്നാ മതി. ഞമ്മൾ അവിടെ ഉണ്ടാവും. ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഡൺ. ഓക്കെ, സീ യു. ബൈ. ആ, ഞമ്മളടുത്ത് ഇത്തരം വല്ല നാടകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നാടാ മക്കളെ. അനക്ക് ടെലിഫിലിം ഉണ്ടാക്കണമെങ്കിൽ അത് ഞമ്മളടുത്ത് പറഞ്ഞാ പോരെ. എന്തായാലും ഞമ്മളൊരു മണ്ടനാർന്നെന്ന് വിചാരിച്ചെങ്കിൽ അനക്ക് തെറ്റുപറ്റി. ഞമ്മൾ ഈ ബിസിനസിന്റെ പയ്യൊക്കെ പഠിച്ചു വെച്ചതുകൊണ്ടാ ഞമ്മളിപ്പോ ഇവിടം വരെ എത്തിയത്. ആ, എന്നാലും എന്റെ മോന്റെ കാര്യമല്ലേ, ഇതങ്ങട്ട് നടക്കട്ടെ കേട്ടാ. എന്തേ? ശരി. ഇനി മുതൽ ടെലിഫിലിമിന്റെ സ്റ്റോറി ഡിസ്കഷനും പ്ലാനിങ്ങും ഇവിടെ വെച്ചായിക്കോട്ടെ. എന്താ? ഇത് വലിയ ചെലവേറിയ ഡിസ്കഷൻ ആവും. വേണമല്ലോ, വെണ്ടുപ്പയ്ക്ക് ധാരാളം കാശുണ്ട്. പോരാത്തേന് ഞമ്മളൊരു അടിപൊളി റോളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഞെളിവിന് ഡയലോഗും കൊടുക്കാം. 30 നാളത്തെ മമ്മൂട്ടിയാവാൻ പോവല്ലേ.
ഇനി നാട്ടിൽ പോയിട്ട് വന്നിട്ട് മതി ഡിസ്കഷൻ. ഷൂട്ടിംഗ് ഡിസംബറിലല്ലേ, ധാരാളം സമയമുണ്ട്. അതെ അതെ, നാട്ടിൽ പോകുമ്പോ ഒരു ദിവസം നിന്നെ ഞാൻ പാച്ചങ്ങളുടെ അടുത്ത് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്കൊരു ഡിസ്കഷൻ ഇരിക്കാം, നിനക്കൊരു എക്സ്പീരിയൻസ് ആവും. ബാപ്പയുടെ മോൻ തന്നെ. നമ്മുടെ ഡയറക്ടർ ഫാഷനുകളുടെ കാര്യമാണ് പറയുന്നത്. ഒരു ഫോട്ടോ പോലും നേരെ കണ്ടിട്ടില്ല. എന്നിട്ടിരുന്ന് വിടുന്ന വിടലുണ്ടില്ലേ. ഞങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോ നീ ഇവിടെ ഒറ്റയ്ക്കാവും. പാവം. ഞങ്ങളൊരു മാസം കഴിഞ്ഞ് എത്തില്ലേ? സാരമില്ലടാ, ഞാൻ അച്ഛനോട് പറഞ്ഞ് നിനക്കൊരു ടിക്കറ്റ് ശരിപ്പെടുത്താൻ നോക്കാം. നീ വിഷമിക്കണ്ട. അതൊന്നും വേണ്ട. എന്റെ മാമ മുസഫയിലുണ്ട്. പുള്ളി വിചാരിച്ചാൽ മിക്കവാറും നടക്കും. പക്ഷെ അവിടം വരെ ഒന്ന് പോണം. ഹലോ, അതെ, എപ്പോ? ഞങ്ങളെല്ലാരും ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോ എത്താം. അച്ഛനായിരുന്നു വിളിച്ചത്. എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചുപോയെന്ന്. അത്യാവശ്യമായി വീട്ടിലൊന്ന് പോണം. അതെ, വരുന്നുണ്ട്. പാസ്പോർട്ട് കിട്ടാനുള്ള കുറച്ച് പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് പോവാ. പ്രശ്നമൊന്നുമില്ല. രാവിലത്തെ ഫ്ലൈറ്റിനെത്തും. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്ത് 10 വർഷത്തിലേറെ സേവന പാരമ്പര്യവുമായി അൽ ബോഷിയ. വിദഗ്ധരായ എഞ്ചിനീയേഴ്സ്, പരിചയസമ്പന്നരായ ടെക്നീഷ്യൻസ്. അബുദാബി ആൻഡ് ദുബായ് സിവിൽ ഡിഫൻസ് അപ്രൂവ്ഡ്. Al Boshia Fire and Safety Equipments, Abu Dhabi and Musaffa. Al Boshia Technical Services Company, Dubai. Your safety is our concern. അഹല്യ എക്സ്ചേഞ്ച്. നല്ല റേറ്റ്, നല്ല സർവീസ്. രണ്ടു വർഷത്തിൽ കൂടുതലാകും ദാമോട്ടനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നു. സ്വാഭാവികമായും ടിക്കറ്റ് കമ്പനി കൊടുക്കേണ്ടതാണ്. ബാലേട്ടനൊന്ന് കയറി ചോദിച്ചാൽ ഒരു പക്ഷെ നടക്കും. അതൊന്നും കയറി ചോദിക്കാനോ തർക്കിക്കാനുള്ള സന്ദർഭമല്ല ഇത്. ദാമുവേട്ടനെ എത്രയും വേഗം നാട്ടിലെത്തിക്കണം. ആദ്യം പാസ്പോർട്ട് വാങ്ങിച്ചെടുക്കണം, പിന്നെ ടിക്കറ്റ് അല്ലേ. അതിന്റെ പൈസ നമ്മളെല്ലാം കൂടി പിരിവെടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഓഫീസിൽ പോയി പാസ്പോർട്ടിന്റെ കാര്യം ശരിയാക്കിയിട്ട് വരാം. പിരിവെടുത്ത കാര്യം തൽക്കാലം ദാമു അറിയണ്ട. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ മിസ്റ്റർ ചന്ദ്രൻ? മരിച്ചയാൾ മരിച്ചില്ലേ, ഇനി ജീവിച്ചിരിക്കുന്നവരെ കൂടി കുഴപ്പത്തിലാക്കണോ? സാർ, ഇത് അച്ഛൻ മരിച്ചതുകൊണ്ട് നാട്ടിൽ പോകുന്ന ആളാണ്. അത് തടഞ്ഞു വച്ചതുകൊണ്ട് ഈ കമ്പനിയിലെ വർക്ക് പ്രോബ്ലംസ് തീരുന്നില്ല. മാത്രമല്ല, അയാൾ തൽക്കാലം ടിക്കറ്റ് പോലും ആവശ്യപ്പെടുന്നില്ല. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ? ഡേയും നൈറ്റും ആൾക്കാരെ നിർത്തി എത്ര ബുദ്ധിമുട്ടിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്കറിയോ? ഇതിനിടയിൽ ലീവ് ചോദിച്ചാലോ? ഇറ്റ് ഈസ് വെരി റെഡിക്കുലസ് മാൻ, റിയലി. സർ മതി, ലീവ് തന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. അല്ല പിന്നെ എന്താ ഇത്? വരൂ. സർ, ഇത് ക്രൂരതയാണ്. ഒരല്പം കൂടി മനസാക്ഷി കാണിക്കണം. എന്തിന്റെ പേരിലായാലും ഇപ്പൊ അയാളുടെ യാത്ര തടയരുത്. ഇതൊരു അപേക്ഷയാണ്, പ്ലീസ്. തനിക്കെന്താണ് ഇവിടെ കാര്യം? ഗെറ്റ് ഔട്ട്. പാസ്പോർട്ട് തരാതെ തനിക്ക് ഇവിടം വിട്ട് പോകുന്ന താൻ കരുതുന്നുണ്ടോ? തന്റെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. വേഷങ്ങൾ പലത് കെട്ടിയിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. കടക്കട പുറത്ത്. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും?
Sir, something wrong here. Somebody creating problem. I am in trouble right now. Sir, could you please come here soon? Okay, sir, please. ആരാടോ കുഴപ്പങ്ങൾക്ക് കാരണം? മരിച്ചത് തന്റെ അപ്പനാണെങ്കിൽ ഏത് പാതാള കുഴിന്നാണെങ്കിലും കെട്ടിയെടുക്കുമായിരുന്നല്ലോ നാട്ടിലേക്ക്. പിതൃതർപ്പണം നടത്താൻ അവസരം നിഷേധിക്കപ്പെട്ട അയാള് ഒരു മലയാളിയായി പോയെന്നത് ഒരു തെറ്റാണോ? What's happening? What's the problem? What's the problem? What's happening? Nothing, sir. We has been asked the passport for Mr. Damodar, who is one of the employee here last 15 years. When his father was critical stage at hospital, the manager not released the passport. I see. Now his father expired, but still the manager holding his passport, sir. This is what the problem, sir. Okay, I understand. Let me talk to the manager. You may please come with me. Who is Mr. Damu? This is Mr. Damu. Don't worry, Mr. Damu. I release your passport, including the air ticket. My hearty condolence for you. Thank you, sir. ഇത് കണ്ട് പഠിക്കണോ? ഇതാണ് മനുഷ്യത്വം. കാലദേശങ്ങൾക്കും അപ്പുറത്താണ് മനുഷ്യ സ്നേഹത്തിന്റെ വ്യാപ്തി. You bloody കടക്കട പുറത്ത്. Ugly dog. What? Deep damn shit. ദാമുവിന് വേണ്ടി നിന്റെ ജോലി പോയതിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നാട്ടിൽ പോകുന്നതിന് മുമ്പ് നിന്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഡീറ്റെയിൽസും മറ്റും എനിക്ക് തന്നിട്ട് പോകണം. ഞാൻ ബാലന് മറ്റൊരു നല്ല ജോലിക്ക് ശ്രമിക്കാം. ഇപ്പോൾ സംഭവിച്ചത് കാര്യമാക്കണ്ട. ഇല്ല ചന്ദ്രേട്ടാ, ഞാൻ ഇനി ഇവിടേക്കില്ല. ഇവിടുത്തെ അധ്വാനമൊക്കെ മതിയായിരിക്കുന്നു. ചന്ദ്രേട്ടൻ അറിയാലോ, ഇവിടെ ശമ്പളം കിട്ടിയിട്ട് ഏതാണ്ട് 4 മാസത്തോളമായി. ഒക്കെ മാനേജറുടെ വാശിയും പിടിപ്പുകേടും. ഇവിടുത്തെ അധ്വാനം ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയും ജീവിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്നും ജീവിച്ച് മുന്നേറാൻ കുറച്ച് നല്ല പാഠങ്ങൾ കിട്ടി. അതുമാത്രമാണ് കൈമുതലായിട്ടുള്ളത്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൽ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജീവിതങ്ങളാണിവിടെ ആർക്കൊക്കെയോ വേണ്ടി ഹോമിക്കപ്പെടുന്നത്. അനിവാര്യമായ ഒരു മടക്കയാത്രയിൽ മഹാരോഗങ്ങളും പേറി മടങ്ങേണ്ടി വരുന്ന ആ ബഹുഭൂരിപക്ഷവും ബാക്കി ജീവിതത്തിന് മുമ്പിൽ ചോദ്യചിഹ്നങ്ങളുമായി പകച്ചു നിൽക്കുകയാണ്. എന്തു പണിയാടാ ഈ കാണിച്ചേ? എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. അവന്മാരൊക്കെ ബീച്ചിലിറങ്ങി കുളിയും തുടങ്ങി. മനഃപൂർവ്വം അല്ലടാ, വെക്കേഷൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാ അച്ഛനോട് കുറച്ച് പൈസ ചോദിക്കുന്നത്. അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് വിഷയം മാറ്റിക്കളഞ്ഞു. ടാക്സിക്ക് കൊടുക്കാനായി എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ നടന്നാണ് വന്നത്. നിനക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? ഞാനവിടെ വരില്ലേ? ശരി വാ കുളിക്കാം. ഞാനില്ലടാ, ഒരു മൂടില്ല. ഹലോ, എന്താ അനുപമേ? വിജയ്, ഇന്ന് ഡാഡി ഫ്രീ ആണ്. ആ, ഈവനിംഗിൽ എല്ലാരും കൂടി ഇവിടെ വരണം.
ഡിസ്കഷൻ ഇവിടെ വെച്ചാകാം. മമ്മി ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ കാത്തിരിക്കും. അഭിലാഷ് വാ. വാ. വാടാ. ഞാൻ വരുന്നില്ല. വാടാ. വാ. വരുന്നില്ല. അഭിലാഷ് കുളിക്കാൻ വാ. അഭിലാഷ് വാ. അഭിലാഷ് ഞാൻ വരുന്നില്ല. ഒരു മൂടില്ല. ഞാൻ കുളിക്കാൻ വരുന്നില്ല. അഭിലാഷ് വരാൻ. ഇനി എന്തായാലും കുളിക്കുമല്ലോ. ഇത് വളരെ ചീപ്പായി പോയി. വേണ്ട, ഞാൻ കുളിക്കാനില്ല. അഭിലാഷ് നിക്കടാ അവിടെ. അഭിലാഷേ, അഭിലാഷേ പോലടാ. അഭിലാഷേടാ നിക്കടാ. അഭിലാഷേ പോലെ. എന്തിനാടാ അവനെ പിടക്കി വിട്ടത്? ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇവിടെ കാണുമെന്നായിരുന്നു. ഇനിയിപ്പോ എവിടെ പോയി തിരക്കാനാ? ഇവൻ ഒരുത്തനാണ് കാരണം. വിജയ്, ഇത് പരസ്പരം തല്ലുകൂടാനുള്ള സമയമല്ല. അവന്റെ അച്ഛനും മറ്റും പല വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. എങ്കിലും അഭിലാഷ് പോവാൻ സാധ്യതയുള്ള സ്ഥലം നിങ്ങൾക്കറിയാന്ന അവര് കരുതുന്നത്. ഹലോ വിജയ്, ഇപ്പൊ എവിടെയുണ്ട്? ഞങ്ങൾ പാർക്കിലുണ്ട് സാർ. സ്ഥിരം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി നോക്കി. ഓക്കെ ഓക്കെ, നിങ്ങൾ അത്യാവശ്യമായി ഇപ്പോ എന്റെ വീട് വരെ ഒന്ന് വരണം. ഓക്കെ സാർ. എല്ലാരും കൂടെ അത്യാവശ്യമായി പ്രിൻസിപ്പലിന്റെ വീട് വരെ ചെല്ലാൻ. ഞാൻ അകത്തേക്ക് കയറില്ല, ഞാൻ പുറത്തേക്കാം. ഓ മൈ ഗോഡ്, ഡോക്ടറായ ഡാഡി എങ്ങാനും ഇത് അറിഞ്ഞാൽ കഴിഞ്ഞു കഥ. ഓ, ഒരു ഡോക്ടർ. ഇനി ഡോക്ടർ എങ്ങാനും മിണ്ടിപ്പോയ നിന്നെ ഞാൻ. സി ബോയ്സ്, ഇതൊരു ഒഫീഷ്യൽ മാറ്റർ അല്ല. എങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും സീരിയസ് ആയ ഒരു മാറ്റർ തൽക്കാലം പോലീസിൽ അറിയിക്കേണ്ട, നമുക്ക് തന്നെ അന്വേഷിച്ച് കണ്ടെത്താമെന്ന് ഞാൻ അഭിലാഷിന്റെ പേരൻസിനോട് പറഞ്ഞത്. ഇനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അഭിലാഷിനെ കണ്ടെത്തുക എന്നത്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ആ കുട്ടിയെ കണ്ടെത്തണം. സമയം വൈകും തോറും പിന്നെ ഞാനും നിസ്സഹായനാകും. സാർ, ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. എല്ലാ സ്ഥലങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ പറഞ്ഞതല്ല. ഭയപ്പെട്ടിട്ടും കാര്യമില്ല. ഇങ്ങനെയുള്ള അവസരത്തിലാണ് നിങ്ങൾ ധൈര്യവും ആത്മവിശ്വാസവും കൈമുതലാക്കേണ്ടത്. നിങ്ങൾ അന്വേഷണം തുടരുക. ആ കുട്ടിയെ നിങ്ങൾ കണ്ടെത്തും. ഷുവർ. ശരി സാർ. നീളേ നിഴൽ വീഴും വീഥിയേ നീളും അഴലാർന്ന കണ്ണുകൾ മൂകമൂകമായി തിരയുന്നു, ശോകവീചിയിൽ അലയുന്നു. കാനൽ ജലമോ ഒന്നിൽ നീളേ നിഴൽ വീഴും വീഥിയിൽ നീളും അഴലാർന്ന കണ്ണുകൾ മൂകമൂകമായി തിരയുന്നു, ശോകവീചിയിൽ അലയുന്നു. കാനൽ ജലമോ
ചാർത്തും ചിരികൾ പകരും സ്മൃതിയിൽ വിടരും മനസ്സിൽ ഇരുളിന്നലകൾ പടരും സമയം തളരും സമയം ചിതറിയ ചിന്തകളിഴയും ഈ വഴിയിൽ എവിടെ നീ നീളെ നിഴൽ വീഴും വീതിയിൽ നീളും അഴലാർന്ന കണ്ണുകൾ ഓർമ്മ തന്നോളങ്ങൾ ഏകും കുളിരിൽ വിരിയും സുമങ്ങൾ അരുളും നിറങ്ങൾ ഒഴിയും നിമിഷം തിരയും മിഴികൾ നനയും നിമിഷം വിജനത അനുപദം വിരിയിടും നിശയിൽ എവിടെ നീ നീളെ നിഴൽ വീഴും വീതിയിൽ നീളും അഴലാർന്ന കണ്ണുകൾ മൂകമൂകമായി തിരയുന്നു ശോകവീചിയിൽ അലയുന്നു കാനൽ ജലമോ മുന്നിൽ നീളെ നിഴൽ വീഴും വീതിയിൽ നീളും അഴലാർന്ന കണ്ണുകൾ മൂകമൂകമായി തിരയുന്നു ശോകവീചിയിൽ അലയുന്നു കാനൽ ജലമോ മുന്നിൽ അഭിലാഷ് ദാ, ഇത് നമ്മുടെ അഭിലാഷ് ഇരിക്കുന്നു. അഭിലാഷ്. ദാ, ഫൈസൽ, ദാ, ദാ, അഭിലാഷ്. വാ. അഭിലാഷ് അഭിലാഷ് നീ എവിടെയായിരുന്നു? അഭിലാഷ് വാ പോകാം. നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? ഞാൻ വരുന്നില്ല. അഭിലാഷ്, നീ വാ. ഞാൻ വരുന്നില്ല. എണീക്ക്. വാ, അഭിലാഷ്. മോനെ, എന്റെ പൊന്നു മോനെ, എവിടെയായിരുന്നു നീ? എന്തു പറ്റി നിനക്ക്? വരൂ, വീട്ടിൽ പോകാം. നീ കാരണം നിന്റെ അമ്മ എത്ര കണ്ട് വിഷമിക്കുന്നതെന്ന് അറിയാമോ? വരൂ മോനെ, നീ എന്തെങ്കിലും ഒന്ന് പറയൂ. എന്താ നിനക്ക് സംഭവിച്ചത്? അഭിലാഷ്, എന്താ നിനക്ക് വേണ്ടതെന്ന് പറയൂ. എനിക്കിവിടെ മതിയായി. എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോണം. ഞാൻ പലരുടെ മുന്നിൽ പരിഹാസ്യനാവുകയാണ്. അതിനുവേണ്ടി ഇപ്പൊ ഇവിടെ എന്തുണ്ടായി? അച്ഛനൊന്നും അറിയില്ല അല്ലേ? അഭിലാഷ്, എന്താടാ ഇത്? നീ നിന്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത്. നിനക്ക് എന്താ പറ്റിയേ? അല്ല, ഇവൻ പറയട്ടെ. ഇവന് പറയാനുള്ളതെല്ലാം ഇവൻ പറഞ്ഞു തീർക്കട്ടെ. ഇവരെയൊക്കെ ഇവരോട് അച്ഛന്മാർ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ അച്ഛന്? എന്നെങ്കിലും എന്റെ ഇഷ്ടത്തിന് ഒരു സാധനം വാങ്ങിച്ചു തന്നിട്ടുണ്ടോ അച്ഛൻ? വെക്കേഷനെ എൻജോയ് ചെയ്യാൻ ഒരു തരംസെങ്കിലും അച്ഛനെ എനിക്ക് തന്നിട്ടുണ്ടോ? ഒരു സിനിമ പോലും കാണുന്നത് ഞാൻ ഫ്രണ്ട്സ് ടിക്കറ്റ് എടുത്ത് തന്നിട്ടാ. ഇവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹമൊന്നും അച്ഛൻ എനിക്ക് തന്നിട്ടില്ല. എനിക്കിവിടെ മടുത്തു. ഇത്രയും കാലം മോന്റെ ചെറിയ മനസ്സിനെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി
അച്ഛന്റെ വൈഷമ്യങ്ങൾ പലതും മറച്ചുവെച്ചു. പക്ഷേ അത് ശരിയല്ലെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും അച്ഛന്റെ പ്രശ്നങ്ങൾ മോൻ അറിയണം. അത് നല്ലതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒട്ടേറെ ഉണ്ടായിട്ടും എന്റെ ഭാര്യയെയും മക്കളെയും എന്നോടൊപ്പം നിർത്താൻ ആഗ്രഹിച്ചത് ഒരു തെറ്റായിട്ട് അച്ഛന് തോന്നിയിട്ടില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്കിലും ഒരു കാര്യം മോൻ മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് ഗൾഫുകാരുടെ മക്കൾ അവരുടെ കുടുംബത്തോടൊപ്പം കഴിയാൻ പറ്റാതെ ദശാബ്ദങ്ങളായി ഇവിടെ കഴിയുന്നുണ്ട്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മോൻ എത്രയോ ഭാഗ്യവാനാണ്. ഒന്നുമില്ലെങ്കിലും നിനക്ക് നിന്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം കഴിയാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. ഇപ്പോഴും നമ്മളെക്കാൾ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അവരെപ്പോലുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാർ. എന്റെ മോന് അച്ഛനൊരു കുറവും വരുത്താതിരിക്കുന്നത് മോന്റെ വിദ്യാഭ്യാസത്തിൽ മാത്രമാണ്. മോൻ ആഗ്രഹിച്ചതെല്ലാം വാങ്ങിത്തരാൻ അച്ഛന് കഴിയാതെ പോയത് മോൻ പഠിച്ച് വലിയൊരാളായി എല്ലാം നേടിയെടുക്കണം. അതിന് അച്ഛാ അങ്കിൾ 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 മോനെ അഭിലാഷ് ആകെ വിഷമത്തിലാണ്. അവൻ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ? ആർക്കറിയാം, ഒന്നും പറയാൻ പറ്റില്ല. പേടിക്കാനൊന്നുമില്ല. ഡിപ്രഷൻസാണ് പ്രശ്നം. ഒരുതരം ഹൈപ്പർ ടെൻഷൻ, അതൊഴിവാക്കണം.
മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭാഗത്തുനിന്നും മാക്സിമം കോപ്പറേഷൻ ഉണ്ടാകണം. ശരി ഡോക്ടർ. പിന്നെ ഫുഡിന്റെ കാര്യം, അത് കൺട്രോൾ ചെയ്യേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മറ്റ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ മന്ത്ലി ചെക്കപ്പ് അത് മസ്റ്റാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഞാനൊരു മരുന്ന് എഴുതിത്തരാം. ദിവസവും ഒരു നേരം ആഹാരത്തിന് ശേഷം കഴിച്ചോളൂ. എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവൻ പറഞ്ഞതിലും കുറെ ശരികളുണ്ട്. മാത്രമല്ല അവന്റെ മനസ്സ് 14 വയസ്സുകാരൻ്റെതിനേക്കാൾ വളർന്നിരിക്കുന്നു. പാവം, അവനാകെ വിഷമിച്ചിട്ടുണ്ടാവും. പ്രശ്നങ്ങളുടെ വേലിയേറ്റത്തിൽ അവനെ വേണ്ടുവോളം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അവന്റെ ചെറിയ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ മക്കളെ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് അച്ഛൻ എനിക്ക് മാപ്പ് തരണം. ഞാൻ അച്ഛനോട് പാടില്ലാത്തതായി പലതും പറഞ്ഞുപോയി. അച്ഛൻ എല്ലാം പുറത്ത് എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ ഇത്? എഴുന്നേൽക്ക്. സാരമില്ല മോനെ, നീ വിഷമിക്കണ്ട. സാരമില്ല മോനെ. നീ വിഷമിക്കണ്ട. ഞാൻ വെറും സ്വാർത്ഥന. ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പാവം എന്റെ അച്ഛൻ. ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ അച്ഛന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എനിക്ക് അഭിലാഷിനോടൊരു കാര്യം പറയാനുണ്ട്. അഭിലാഷ്, ഒരു നിമിഷം, ഒരു മിനിറ്റ്. ശരി. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അന്ന് പറഞ്ഞിരുന്നത് പോലെ എൻ്റെ അച്ഛനെ കൊണ്ട് നിനക്കൊരു ടിക്കറ്റ് ശരിയാക്കിയിട്ടുണ്ട്. മറ്റന്നാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാട്ടിൽ പോവാം. വേണ്ടടാ, നീ കാണിക്കുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നാട്ടിലേക്കില്ല. അച്ഛന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മകനായി ഞാനിവിടെ കഴിഞ്ഞോളാം. ഹായ് ബോയ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി നിങ്ങളുടെ ടെലിഫിലിം? കഥ തരെ കിട്ടിയില്ല ആന്റി. ഏതെങ്കിലും സിനിമാ താരത്തെ കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യിക്കണം കേട്ടോ. ശരി ആന്റി. ഓക്കെ ദെൻ ബൈ മമ്മി. കഥയ്ക്ക് വേണ്ടി നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഏറ്റവും നല്ലൊരു കുടുംബകഥ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. എന്താ മനസ്സിലായില്ലേ? നിങ്ങള് വാ. ഹായ്. ഹായ്. നമ്മുടെ അഭിലാഷിന്റെയും ഇവന്റെ അച്ഛന്റെയും ഈ ജീവിതം തന്നെ ഒരു വലിയ കഥയല്ലേ? എന്തുകൊണ്ട് ഈ കഥ നമുക്കൊരു ടെലിഫിലിം ആക്കിക്കൂടാ? അത് ശരിയാണല്ലോ. എങ്കിൽ അതിനായിക്കോട്ടെ. നാട്ടിൽ പോയി വന്ന ഉടനെ ഷൂട്ടിംഗ് തുടങ്ങാം. ഇനി ഈ കഥയ്ക്ക് നമുക്കൊരു പേര് കണ്ടെത്തണ്ടേ? ഞാനൊരു പേര് പറയാം. ജീവിതയാത്ര. അയ്യേ, അത് വേണ്ട. കുറച്ച് മോഡേൺ ആയിട്ടുള്ള വല്ല പേരും പറ. ഞാനൊരു പേര് പറയാം. ഫോർ ദ സ്റ്റുഡൻസ്. ഗുഡ്, വെരി ഗുഡ്. അത് കൊള്ളാം.